സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നു. 102.22 ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ ഉപഭോഗം. വി.എ. ഗിരീഷ് നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഗിരീഷ്, കഴിഞ്ഞ ദിവസം ഈ വേനൽമഴ ഉണ്ടായതിനെ തുടർന്ന് ഉപഭോഗം കുത്തനെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിച്ച് വീണ്ടും അത് ഉയർന്നു എന്ന വാർത്ത വരുന്നു. വിവരങ്ങൾ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും കുതിച്ചുയരുകയാണ്. ഓരോ ദിവസവും ഉപഭോഗം റെക്കോർഡിലെത്തുകയാണ്. ഇടയ്ക്ക് ഒരു നേരിയ വേനൽ മഴ ലഭിച്ചതിനെ തുടർന്ന് ഉപഭോഗത്തിൽ ചെറിയ തരത്തിലുള്ള കുറവുകളുണ്ടായി. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് ഇത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. 108.22 ദശലക്ഷം യൂണിറ്റ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞ ദിവസത്തെ തന്നെ, അതായത് ഏപ്രിൽ 3-ാം തീയതി തന്നെ റെക്കോർഡായ 107.76 ദശലക്ഷം യൂണിറ്റ് എന്ന റെക്കോർഡിനെ ഭേദിച്ചുകൊണ്ടാണ് പുതിയ റെക്കോർഡ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകതയും വർദ്ധിക്കുന്നു. 5364 മെഗാവാട്ട് യൂണിറ്റ് വൈകുന്നേരം ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ബോർഡിനെ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്നതോടെ ഇത് പുറത്തുനിന്ന് വൈദ്യുതി എത്തിക്കുന്നത് മാത്രമല്ല, വാങ്ങുന്നത് ബോർഡിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ബോർഡിൻ്റെ പ്രസരണ വിതരണ ശൃംഖലകളെ ഇത് ബാധിക്കുന്നു. കൂടുതൽ വൈദ്യുതി കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലയിടത്തും ട്രാൻസ്ഫോമറിൻ്റെ ഫീഡറുകൾ ഓഫാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം കടുത്ത വോൾട്ടേജ് ക്ഷാമത്തിനും ഇതിടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്കൊക്കെ കടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ പല സ്ഥലങ്ങളിലും നിരന്തരമായി ഉണ്ടാകും എന്ന ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രജിൻ. ശരി, വി.എ. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.